നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ ചെയർപേഴ്സൺ ശ്രീമതി ജിജി ജോസഫ് 2025 വനിതാ ദിന സന്ദേശം നൽകുകയും സമൂഹത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സാമൂഹിക സേവകരെയും ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ആദരിക്കുകയും ചെയ്തു. വനിതാ ദിന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് രാധിക ടീച്ചറാണ്. അതിനോടൊപ്പം പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്കും മറ്റ് നിർധനരായ വനിതകൾക്കും ഭക്ഷ്യക്കിറ്റ് വിതരണവും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും നടന്നു. മെഡിക്കോ ഫെസ്റ്റ് കോർഡിനേറ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പ്രിൻസിപ്പാൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ വളരെ നല്ല പരമായിട്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മാതാ കോളേജ് ഒരുപാട് വിവരങ്ങളിലെത്തട്ടെ. ഒരുപാട് വനിതകൾക്ക് ഈ പ്രവർത്തനത്തിലൂടെ ഒരുപാട് എനിക്ക് എന്റെ റിക്വസ്റ്റാണ്. നമ്മുടെ ഇതിനകത്ത് തന്നെ ഒരുപാട് വനിതകൾ നമ്മുടെ ഈ ഏരിയകളിലുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു സപ്പോർട്ട് കിട്ടിയാൽ മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളവരുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുറച്ചുകൂടെ ഈ സാമ്പത്തികമായി മുന്നോട്ട് നിന്ന് നല്ല എഡ്യൂക്കേഷൻ നേടിയ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അവരുടെയൊക്കെ കൗൺസിലിങ്ങും അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഇതുപോലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കാൻ മാനേജായിട്ട് ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് IMA-ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് ഇല്ലേ? IMA-ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിനൊക്കെ മാമിന് കഴിയട്ടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചോദിക്കുന്നത്, നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിനകത്ത് ഇപ്പോഴേ മാർച്ച് 8 നാളെ വനിതാ ദിനമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തിൽ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ക്യാൻസർ രോഗം ഇന്ന് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു രോഗമാണ്. ഈ ആശാവർക്കർമാരോട് ചോദിച്ചറിയാം ഒരു വാർഡിനകത്ത് എത്ര ക്യാൻസർ പേഷ്യൻ്റ് ആണ്. പാലിയേറ്റീവ് തന്നെ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് പറയുന്നത്, ടീച്ചർ ഒരു മാസം കൊണ്ട് രോഗികളുടെ എണ്ണം 10-15 കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മളുടെ ഇടയിലുണ്ട്. നമ്മൾ അറിയുന്നില്ല.